Divisional Accountant Officer, Important Question Discussion, Chapter 7, Part 4. Receipts and Payment Account, Income and Expenditure Account ആണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് ഈസ് റവന്യൂ പ്രോഫിറ്റ്? അപ്പോൾ എന്താണ് റവന്യൂ പ്രോഫിറ്റ്? Revenue profit are those profit that are earned in the normal and ordinary course of business, that is through regular sale of goods or by way of ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ്, ലാഭത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ വഴിയാകാം? റെഗുലർ സെയിൽസ്, ഒരു ഫേമിൽ നടക്കുന്ന റെഗുലർ സെയിൽസ് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന ഇൻകം ആവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ത് കിട്ടുന്നത്? റവന്യൂ പ്രോഫിറ്റ് എന്ന ഒരു ബിസിനസ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ റവന്യൂ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഒരു ബിസിനസ്സിൻ്റെ റെഗുലർ അല്ലെങ്കിൽ നോമിനൽ ഓർ ഓർഡിനറി കോഴ്സിൽ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. വാട്ട് ഈസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്? എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആർ ദോസ് പ്രോഫിറ്റ് വിച്ച് ആർ നോട്ട് ഏൺഡ് ഇൻ ദ കോഴ്സ് ഓഫ് റെഗുലർ ട്രേഡിംഗ്. Such profit arises as a result of selling some fixed asset at a profit or share issued at a premium. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരു ബിസിനസ് ഏൺ ചെയ്യുന്നത്? അതൊരിക്കലും ഒരു നോർമൽ കോഴ്സിലോ അല്ലെങ്കിൽ ഓർഡിനറി കോഴ്സിലോ ഏൺ ചെയ്യുന്നതല്ല, റെഗുലർ ട്രേഡിങ്ങിലോട് കൂടിയൊന്നും അല്ലായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഒരു ഫിക്സഡ് അസറ്റ് പ്രോഫിറ്റിൽ സെല്ല് ചെയ്യുമ്പോഴോ എന്താണ് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണെങ്കിൽ അതിനൊരു 12 രൂപ വെച്ച് 2 രൂപ പ്രീമിയം ആയിരിക്കും. പ്രീമിയം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ പ്രീമിയം ഷെയറിൻ്റെ വാല്യൂ പ്ലസ് പ്രീമിയം കൂടെ ചേർത്ത് ഇഷ്യൂ ചെയ്യുമ്പം അതെന്താണ്? അതിനൊരു 2 രൂപ എന്ന് പറയുന്നത് പ്രീമിയമാണ്. അപ്പോൾ എന്താ? അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അത് നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഷെയറൊക്കെ വല്ലപ്പോഴും ആണ് ഒരു പുതിയ കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനി എന്താണ് ഷെയർ ട്രേഡിങ്ങിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റൊക്കെ നമ്മൾ വല്ലപ്പോഴും മാത്രമാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോഫിറ്റിലാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എന്താണ്? അത് പ്രോഫിറ്റിലാണ്, ലാഭത്തിലാണ് വിൽക്കുന്നതെങ്കിൽ അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അപ്പോൾ റവന്യൂ പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റുമാണ് നോക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. The revenue profit are created to the profit and loss account, whereas the capital profit are transferred to capital reserve and shown in the balance sheet. അപ്പോൾ എങ്ങനെയാണ് റവന്യൂ പ്രോഫിറ്റ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? റവന്യൂ പ്രോഫിറ്റ് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. നോമിനൽ അക്കൗണ്ടായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ റവന്യൂ പ്രോഫിറ്റ് കാണിക്കുന്നത്. പക്ഷേ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണെങ്കിലോ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്താണ്? ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിലും കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് കാണിക്കും? റവന്യൂ പ്രോഫിറ്റ് കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റവന്യൂ പ്രോഫിറ്റ് കാണിക്കുന്നത്. ക്യാപിറ്റൽ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 27ാമത് പറയുന്നത് വാട്ട് ഈസ് ക്യാപിറ്റൽ ലോസസ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് മാത്രം പഠിച്ചാൽ പോരല്ലോ, ലോസും പഠിക്കണം. ക്യാപിറ്റൽ ലോസസ് ആർ ദ ലോസസ് അറൈസസ് ഓൺ അക്കൗണ്ട് ഓഫ് ദി സെയിൽ ഓഫ് സം ഫിക്സഡ് അസറ്റ് ഓർ ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ക്യാപിറ്റൽ ലോസസ് ആർ നോട്ട് ഷോൺ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ലോസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരു ഫിക്സഡ് അസറ്റോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് നമ്മൾ സെല്ല് ചെയ്യുക, അതെന്ത് ചെയ്യുക? ലോസിലാണ് സെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ച മെഷീനറി നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അത് 25,000 രൂപയ്ക്ക് നമ്മളത് സെല്ല് ചെയ്യുവാണ് എങ്കിൽ അതൊരു ക്യാപിറ്റൽ ലോസ് ആണ്. വളരെയധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സോ ക്യാപിറ്റൽ നമ്മൾ ആ മെഷീനറിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഒരുപാട് ലോസ് സംഭവിച്ചു. പിന്നെന്താ? ഷെയർ നമുക്ക് ഡിസ്കൗണ്ടിൽ, നേരത്തെ നമ്മൾ ഷെയർ ഇഷ്യൂ ഓൺ പ്രീമിയം പഠിച്ചു. ഇവിടെ എന്താണ്? ഇഷ്യൂ ഷെയർ അറ്റ് ഡിസ്കൗണ്ട്. 10 രൂപയുടെ ഷെയർ നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്തപ്പം ആരും നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിസ്കൗണ്ട് വാല്യൂ 8 രൂപയ്ക്ക്, 10 രൂപയുടേത് 2 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് 8 രൂപയ്ക്കാണ് ആ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അപ്പം നമുക്ക് ഉണ്ടാവുന്നുണ്ട്? ക്യാപിറ്റൽ ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ലോസസൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലോസസ് എവിടെ കാണിക്കില്ല എന്നാണ് പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ലോസസ് ആർ നോട്ട് ഷോൺ ഇൻ ദ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത 28 റവന്യൂ ലോസസ് ആർ ദോസ് ലോസസ് എറൈസസ് ഡ്യൂറിങ് ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ റവന്യൂ ലോസസ് എങ്ങനെയാണ്? റവന്യൂ ലോസസ് നമ്മൾ എങ്ങനെയാണ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഉണ്ടാവുന്ന ലോസസിനെയാണ് റവന്യൂ ലോസസ് നേരെ ഓപ്പോസിറ്റ്. റവന്യൂ പ്രോഫിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് റവന്യൂ ലോസസ് ആർ ദോസ് ലോസസ് എറൈസസ് ഡ്യൂറിങ് ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. വാട്ട് യു മീൻ ബൈ ഇൻകം? എന്താണ് ഇൻകം? ഇൻകം എന്ന് പറഞ്ഞാൽ ഇത് ഇൻക്രീസ് ഇൻ ദ നെറ്റ് അസറ്റ് മെഷേർഡ് അല്ലെങ്കിൽ ഡിറ്റർമിൻഡ് ബൈ ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. അപ്പം ഒരു പിന്നെ ഇൻക്രീസ് ഇൻ ദ നെറ്റ് അസറ്റ്. അപ്പം ഒരു നെറ്റ് അസറ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റവന്യൂ കൂടി എക്സ്പെൻസസിനേക്കാൾ റവന്യൂ ഓവർ എക്സ്പെൻസസിനേക്കാൾ റവന്യൂ കൂടുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്. റവന്യൂ കൂടി നിൽക്കണം, ഇൻകം കുറഞ്ഞ് നിൽക്കണം. അപ്പോൾ റവന്യൂ ഓവർ എക്സ്പെൻസസ്. അപ്പോൾ റവന്യൂ ഓവർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് കുറഞ്ഞ് റവന്യൂ കൂടി നിൽക്കുക. നമ്മളെല്ലാം മെഷർ ചെയ്ത് ഡിറ്റർമിൻ ചെയ്ത് അപ്പോൾ നെറ്റ് അസറ്റ് കൂടി ഫേമിൽ. സോ അതൊരു ഇൻകമാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകമാണ്. 30 റവന്യൂ ആർ എ മെഷർ ഓഫ് ഇൻഫ്ലോ ഓഫ് അസറ്റ് അറൈസിങ് ഫ്രം നോർമൽ ബിസിനസ് ആക്ടിവിറ്റി സച്ച് ആസ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഓർ പ്രൊവൈഡിങ് ഓഫ് സർവീസസ് ഓർ ബോത്ത്. അപ്പോൾ റവന്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻക്രീസ് ഇൻ ദ ക്യാഷ് ഡെറ്റേഴ്സ് ബിൽസ് റിസീവബിൾ ഓർ ഡിക്രീസ് ഇൻ ദ ലൈബിലിറ്റി. അങ്ങനെ വരുമ്പോൾ ഒരു ഫേമിൽ ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുവാണ്, ബിൽ റിസീവബിൾ, ഈ ടേംസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ലൈബിലിറ്റി കുറയുവാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു ഫേമിൽ എന്ത് ഉണ്ടാവുന്നത്? റവന്യൂ ഉണ്ടാവുന്നത്. റവന്യൂ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യാണ്? നമുക്ക് ബിസിനസ്സിലേക്ക് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതൊരു റവന്യൂ ആണ്. അപ്പോൾ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസിലൂടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് എന്താണെന്ന് പറയുന്നത്? സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, പ്രൊവൈഡിങ് സർവീസസ് ഒക്കെ ബിസിനസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗുഡ്സ് സെല്ല് ചെയ്യുന്ന ഫേം ആണെങ്കിൽ അങ്ങനെ. അതിലൂടെയൊക്കെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുകയും ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുകയും ബിൽസ് റിസീവബിൾ ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ലയബിലിറ്റി കുറയുന്നു എന്നൊക്കെ പറയുന്നതാണ് റവന്യൂ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. 31 എക്സ്പെൻസസ് ഇറസ്പെക്റ്റ് ഔട്ട്ഫ്ലോ ഓഫ് അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ ദ ലൈബിലിറ്റി വിച്ച് ആർ ഇൻകേർഡ് ഓർ യൂസ്ഡ് ഓർ കൺസ്യൂംഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് റവന്യൂ. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ആണ്, ഇൻഫ്ലോ അല്ല, അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ആണ്. പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലൈബിലിറ്റി കൂടുതലായിട്ട് ഉണ്ടാവുകയാണ്. നമുക്കൊരു എന്തിനാണ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഐറ്റംസിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? അതിനു വേണ്ടി ഔട്ട്ഫ്ലോ നടത്തുവാണ് ക്യാഷിനെ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 32 ദ പ്രോസസ് ഓഫ് അപ്ലൈയിങ് ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ഇൻ ടേംസ് ഓഫ് മണി യൂണിറ്റ് എമൗണ്ട് ടു റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ഈസ് കോൾഡ്. അപ്പം നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് ടേമിൽ എമൗണ്ട് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചറിനെ എന്താണ് പറയുന്നത്? മെഷർമെൻറ്റ് ഓഫ് ഇൻകം ഓർ ഇൻകം മെഷർമെൻറ്റ്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് മോണിറ്ററി യൂണിറ്റാണ്. നമുക്കൊരു ക്വാണ്ടിറ്റി പറയാൻ പറ്റും, ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ എന്താണ് അതിനെ പറയുന്നത്? മെഷർമെൻറ്റ് ഓഫ് ഇൻകം ഓർ ഇൻകം മെഷർമെൻറ്റ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് അപ്ലൈയിങ് ക്വാണ്ടിറ്റേറ്റീവ്, അതായത് മോണിറ്ററി യൂണിറ്റിൽ നമുക്കതിനെ പറയാൻ പറ്റും എമൗണ്ട് ടു റവന്യൂ ആൻഡ് എക്സ്പെൻസസിനെ പറയുന്നതാണ് മെഷർമെൻറ്റ് ഓഫ് ഇൻകം അഥവാ ഇൻകം മെഷർമെൻറ്റ്. അപ്പോൾ ഇൻകം ഓർ പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെയാണ്? ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസസ് കുറയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്നത്, അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. അപ്പോൾ നമുക്കുണ്ടാകുന്ന ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസസ് എല്ലാം മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഇൻകം വരുന്നത്. നെക്സ്റ്റ് 33 ഇക്വേഷൻ അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചു. റവന്യൂ ഓവർ എക്സ്പെൻസസ് ആണ് ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 33 നെറ്റ് ഇൻകം മീൻസ് പ്രോഫിറ്റ് for a given period is equal to total revenue minus total expenses incurred to earn revenue. അപ്പോൾ എങ്ങനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്? ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസസ് കുറയ്ക്കുന്നതാണ് നെറ്റ് ഇൻകം അഥവാ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ റവന്യൂ ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറയുമ്പോൾ നമുക്കുണ്ടായ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് 34
വാട്ട് ഈസ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? എന്താണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആർ ഫങ്ഷൻ ആസ് എ സമ്മറി ഓഫ് cash payment or receipts, cash payment and receipts of an organization during an accounting period. It provides a picture of the cash position of a not-for-profit organization, non-profit organization. It does not differentiate between the receipts and payment either by they are on capital or revenue in nature and recorded all cash and ബാങ്ക് ട്രാൻസാക്ഷൻ ഓഫ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്മറി ഓഫ് ക്യാഷാണ്, സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ്. അതിനകത്ത് എന്തും രണ്ടും എൻ്റർ ചെയ്യുന്നുണ്ട്, റെസീപ്റ്റ്സുകളും എൻ്റർ ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റുകളും എൻ്റർ ചെയ്യുന്നുണ്ട്. സമ്മറി ഓഫ് പേയ്മെൻറ്റ് ആൻഡ് റെസീപ്റ്റ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഡ്യൂറിങ് എ അക്കൗണ്ടിങ് പീരീഡ്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് കൂടുതലും എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു റെസീപ്റ്റ്സ് ആൻഡ് നമ്മൾ പ്രോഫിറ്റ് ഏണിംഗ് ഓർഗനൈസേഷൻ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ് എന്ത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് differentiate between the receipts and payment either by capital or revenue in nature. ഇവിടെ all cash transactions and bank transactions ആണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്, ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ബുക്കിൽ എൻട്രി ചെയ്യത്തുള്ളൂ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ് സമ്മറി ഓഫ് ഓൾ പേയ്മെൻറ്റ്സ് ആൻഡ് റെസീപ്റ്റ്സ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. നെക്സ്റ്റ് 35, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡസ് നോട്ട് ഇൻക്ലൂഡഡ് എനി നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ സച്ച് ആസ് ഡിപ്രീസിയേഷൻ. ദേ ആർ അപ്പിയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ അവിടെ ഒരു നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യില്ല, അപ്പിയർ ചെയ്യില്ല. എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് ട്രാൻസാക്ഷനാണ്. അത് നമ്മൾ എവിടെ എടുക്കില്ല? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം എടുക്കില്ല. നെക്സ്റ്റ് 36 എന്താ പറയുന്നത്? വാട്ട് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? അടുത്ത് നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്നാണ്. ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ നോൺ ട്രേഡിംഗ് എൻറ്റിറ്റീസ് ടു ഡിറ്റർമിൻ ദ സർപ്ലസ് ഓഫ് ഡെഫിസിറ്റ് of income over expenditure of a particular time frame. It accumulated or accrual concept of accounting is rigidly pursued while preparing income and expenditure account of non-trading concern. It is prepared as a portion of financial account of non-trading entities and is equal to the profit and loss account outlined ബൈ എ പ്രോഫിറ്റ് ബിസിനസ് എൻറ്റിറ്റീസ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് എൻറ്റിറ്റീസാണ്? ഒരു നോൺ പ്രോഫിറ്റ് ട്രേഡിംഗ് എൻറ്റിറ്റീസ് തന്നെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസ് എന്ന് പറയുന്ന പ്രോഫിറ്റിനെയാണ്, ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ലോസ് ആണ്. അപ്പോൾ സർപ്ലസ് ആണോ ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ്? അക്യൂമുലേറ്റഡ് ഓർ അക്രൂവൽ കോൺസെപ്റ്റിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് നോൺ ട്രേഡിംഗ് എൻറ്റിറ്റീസിൻ്റെ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ട്, ഫൈനൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ഒരു പോർഷൻ തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിൻ്റെയാണ്? ഒരു പ്രോഫിറ്റ് ബിസിനസ് എൻറ്റിറ്റീസിൻ്റെത് പോലെ തന്നെ അതിന് ഈക്വലാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഈക്വലാണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഇൻകം, ലോസ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ. സോ അത് തമ്മിലുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി പോലെ അതിൽ നിന്നും സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, മീൻസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷന് ഉണ്ടാവുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ പാർട്ടിൽ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ റെസീപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതിൽ റവന്യൂ പ്രോഫിറ്റും ക്യാപിറ്റൽ പ്രോഫിറ്റും പഠിച്ചു. അത് കഴിഞ്ഞ് ഇൻകം എന്താണെന്ന് പഠിച്ചു. പിന്നെ നെറ്റ് ഇൻകം കാണാനുള്ള ഇക്വേഷൻ, ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസസ് കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് ഇൻകം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് സമ്മറി ഓഫ് ഓൾ പേയ്മെൻറ്റ്സ് ആൻഡ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്സ് എന്ന് പഠിച്ചു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും നമ്മൾ പഠിച്ചു. ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ റിസൾട്ട് എന്താണ്? ഒന്നുകിൽ സർപ്ലസ് ആവാം, അല്ലെങ്കിൽ എന്താവാം? ഡെഫിസിറ്റ് ആവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പോർഷനിൽ. താങ്ക് യു.